ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ചാപ്റ്റർ നമ്പർ 12 ആണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. അതായത് 40% ആണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. 40% വെയിറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ നമ്മൾ അതിമനോഹരമായിട്ട് നമ്മൾ പഠിക്കുന്നു. ഓരോ രീതിയിലും എന്താണ് നിങ്ങൾക്ക് ബോർ അടിക്കാത്ത രീതി നമ്മൾ ഈസി ആയിട്ട്, അതായത് ഇത് നോട്ട്സ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. ഇതൊരു റെഗുലർ നോട്ട്സ് ആണ്. അതായത് റെഗുലർ ആയിട്ടുള്ള ഫുൾ അതായത് A to Z കവർ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സമ്മറൈസ്ഡ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നു. അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും പ്രോപ്പർലി വിത്ത് ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് എല്ലാം നമ്മൾ ഇതിനകത്ത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ഈ മെറ്റീരിയലിനെ ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ദ കമ്പനീസ് ആക്ട് 2013 എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കും കോർപ്പറേറ്റ് ലോ. ഓക്കെ, കോർപ്പറേറ്റ് ലോ ആണ് നമ്മളുടെ 40%, 40 മാർക്സ്. പക്ഷെ 40% മാർക്ക് ആ രീതിയിലല്ല കേട്ടോ വരിക. നമുക്കറിയാം, നമുക്ക് 7 മാർക്കുണ്ട്, 2 മാർക്സിൻ്റെ MCQs എല്ലാം നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്ന കോൺസെപ്റ്റ് 4, 5, 6, അതായത് 5, 6 എന്ന മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്? നമുക്ക് മെയിൻ ആയിട്ട് 28 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ വരും. ബാക്കി അല്ലാതെ നമുക്ക് MCQ ആയിട്ട് വരും. അങ്ങനെ എല്ലാം കൂടി മിനിമം ഒരു 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്താണ് ഇവിടെ നമുക്ക് എപ്പോഴും തന്നെ ഉണ്ടാകും. ഓക്കെ, അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 28 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ മാത്രമല്ല വരിക, നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതലായിട്ടാണ് വരും. അപ്പോൾ അതൊരിക്കലും എന്താണ് നമ്മൾ അവോയ്ഡ് ചെയ്യാതെ വേണം ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി. സോ ഇവിടെ ഓർത്ത് വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ ക്വസ്റ്റ്യൻ നമ്പർ പറയാം. അതായത് ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾ പാസ്റ്റ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ നോക്കുന്ന സമയത്ത് 5ാമത്തെ ക്വസ്റ്റ്യനും 6ാമത്തെ ക്വസ്റ്റ്യനും, അതായത് 5ാമത്തെ ക്വസ്റ്റ്യനിൽ എയും ബിയും, 6ാമത്തെ ക്വസ്റ്റ്യനിൽ എയും ബിയും, പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ എയോ അല്ലെങ്കിൽ ബിയോ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കമ്പനീസ് ആക്ട് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് 35 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു 3 MCQ അല്ലെങ്കിൽ 2 തൊട്ട് 3 MCQ നിങ്ങൾക്ക് ഉണ്ടാകും. കാരണം ഒരു MCQന് 2 മാർക്ക് ആയതുകൊണ്ട് 40 മാർക്സ് ഇവിടെ വരും. ഒരു പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വേറെ ഒരു ചാപ്റ്ററിൻ്റെയാണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ MCQs കൂടുതലുണ്ടാകും. അങ്ങനെ അൾട്ടിമേറ്റ്ലി ഒരു 40 മാർക്ക് എന്താണ് ഈ കമ്പനീസ് ആക്ടിൽ വരും. ചെറിയൊരു വേരിയേഷൻസ് നമുക്കാകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ CMAയുടെ മെറ്റീരിയലിൽ ഈ ചാപ്റ്ററിനെ ഒറ്റൊരു ചാപ്റ്ററായിട്ട് ചുമ്മാ പോയിന്റ് വൈസ് നൽകിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു ബെറ്റർ അറേഞ്ച്മെൻറ്റ് എന്ന രീതിയിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ ചാപ്റ്ററിനെ 6 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും കുറച്ച് പഠിച്ചാൽ കൂടുതൽ കിട്ടുന്നൊരു ഭാഗമാണ് ഈ ഒരു കോൺസെപ്റ്റ്. ഓഡിറ്റേഴ്സ്, മെമ്പേഴ്സ്, KMP എന്ന് പറയുന്നത് എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു 10-15 പേജ് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് മിനിമം 14 മാർക്ക് വരും. 14 തൊട്ട് 17-18 മാർക്കുകൾ നമുക്ക് എന്താണ് അതിൻ്റെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ബാക്കിയൊന്നും പഠിക്കേണ്ടതല്ല കേട്ടോ പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് വളരെ മാൻഡേറ്ററി ആണെന്ന് ഓർത്തു വെക്കുക. അപ്പം കമ്പനീസ് ആക്ടിനെ കുറിച്ച് ഞാൻ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയാം. ഇത് ജസ്റ്റ് ഞാൻ ഈ ഒരു ചാപ്റ്ററിൻ്റെ അറേഞ്ച്മെൻറ്റ് മാത്രം ഞാൻ പറയുന്നതാണ്, ചാപ്റ്റർ നമ്പർ 12. അപ്പോൾ നമ്മൾ പഠിക്കും, അതായത് ഇപ്പോൾ ഈ ഒരു വിൻടോമിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 6 യൂണിറ്റ്സ് നിങ്ങൾക്കുണ്ട്. യൂണിറ്റ് നമ്പർ 1 തൊട്ട് യൂണിറ്റ് നമ്പർ 7 വരെ. ഓക്കെ, യൂണിറ്റ് നമ്പർ 1 തൊട്ട് യൂണിറ്റ് നമ്പർ 7 വരെ നമുക്കുണ്ട്. എന്തുകൊണ്ട് 6 എന്ന് പറയാൻ കാരണം ഇത് രണ്ടും വളരെ സിമ്പിൾ. ഇത് നമുക്ക് ഒന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അത് നമ്മൾ 6 എന്ന് പറയാൻ കാരണം ടോട്ടലി നമുക്ക് 7 എണ്ണം ഉണ്ട്. അതിനകത്ത് ആദ്യമേ നമ്മൾ കമ്പനീസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പഠിക്കുന്നു, പിന്നെ ടൈപ്സ് ഓഫ് കമ്പനീസിനെ കുറിച്ച് പഠിക്കുന്നു. അതിനുശേഷം യൂണിറ്റ് നമ്പർ 2 നമ്മൾ ഒരു കമ്പനി തുടങ്ങുന്നത് എങ്ങനെയാണ് റിലേറ്റഡ് ആസ്പെക്ട് പഠിക്കുന്നത്. എന്താണ് കമ്പനി എന്ന് ഇതുവരെയും പറഞ്ഞിട്ടൊന്നും തന്നെ ഇല്ല. ഇത് ജസ്റ്റ് ചാപ്റ്റർ ഞാനൊരു ഈ ബുക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ്. അതിനുശേഷം നമുക്ക് എങ്ങനെ ഷെയർ, ഡിബെഞ്ചർ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നു. 3, 4. 5ാമത്തത് ഡെപ്പോസിറ്റ് ചാർജസ്, കുഞ്ഞൊരു ചാപ്റ്ററാണ്. അതിനുശേഷം മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു കോൺസെപ്റ്റ്, അതിനെക്കുറിച്ച് പഠിക്കുന്നു. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഡയറക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അത് ഒരു ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ. ഡയറക്ടേഴ്സിനെ കുറിച്ച് ഇവിടെ കോംപ്ലിക്കേറ്റഡ് ഒന്നും തന്നെ ഉണ്ടാകില്ല. ഓക്കെ, ഇനി ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകത തോന്നും. ഇവിടെ നമ്മൾ കളർ കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ലെവൽ ഒന്ന് പിടിച്ചിട്ടുണ്ട്. അതിന് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് കുറവ് നോക്കാം. ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ഇതിൻ്റെ സെക്ഷൻസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങൾക്ക് സെക്ഷൻസ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സെക്ഷൻസ് എഴുതി വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ സെക്ഷൻസ് വളരെ കൃത്യമായിട്ട് നമ്മൾ പ്രോപ്പർലി അതായി യൂണിറ്റ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവിടെ 2 കോളം ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ പ്രിന്റ് എടുത്തതിന് ശേഷം ക്ലാസ് എടുത്ത് കഴിഞ്ഞോ, അതായത് നിങ്ങൾ കണ്ടു കഴിഞ്ഞോ, നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ എത്ര പ്രാവശ്യം പഠിച്ചു, ഞാൻ 1 പ്രാവശ്യം പഠിച്ചു, 2 പ്രാവശ്യം പഠിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഒരു കോൺസെപ്റ്റ് ഡൗട്ട് ഉണ്ട്, ഈ ഒരു സെക്ഷനിൽ ഡൗട്ട് ഉണ്ട്, അത് ഡൗട്ട് ഡിസ്കഷൻ സെക്ഷൻ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അങ്ങനെ
ഒരു ട്രാക്കറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കമ്പനീസ് ആക്ടിൻ്റെ മെറ്റീരിയൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്കി മെറ്റീരിയൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക, അതേ ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഞാൻ എന്തൊക്കെ യൂണിറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക് പറയുകയാണ്. അപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാപ്റ്റർ നമ്പർ 12ലേക്ക് നമ്മൾ കിടക്കുന്നു. ചാപ്റ്റർ നമ്പർ 12 ആണ് ദ കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ദായും ആക്റ്റും എല്ലാം നമ്മൾ റിയലൈസ് ചെയ്തൊരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമുള്ളത്. വട്ട് ഈസ് മീനിങ് ഓഫ് കമ്പനി സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കി. ഇപ്പം നിങ്ങളുടെ +2 കഴിഞ്ഞു. ഓക്കെ, +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്യുന്ന സംഭവം തന്നെയാണ്, പക്ഷെ ഒന്നും കൂടി ഈ ഒരു ചാപ്റ്ററിൽ പറയാം. +2 കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലേ. അതായത് നിങ്ങൾക്ക് ഇതിന് റിലേറ്റഡ് പറയുകയാണെങ്കിൽ CS ഉണ്ടായിരുന്നു, CA ഉണ്ടായിരുന്നു, CMA ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതിനെ ഏതാ സെലക്ട് ചെയ്തത്? CMA സെലക്ട് ചെയ്തു. അൾട്ടിമേറ്റ്ലി എന്താ നിങ്ങളുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ജോബ് എന്നൊരു കോൺസെപ്റ്റ് ആണ്. കറക്റ്റ് ജോബ് ആണെങ്കിൽ പൈസ ഉണ്ടാക്കുക. ഇപ്പം ഞാൻ ചെയ്യുന്നൊരു കോൺസെപ്റ്റ് ആണെങ്കിലോ സെയിം തന്നെയാണ്, ജോബ് ചെയ്യുന്നു പൈസ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ CA ഉണ്ടാക്കി നിങ്ങൾ എന്താ ചെയ്യുക? പൈസ തന്നെയല്ല ഉണ്ടാക്കുക. വ്യത്യാസമുണ്ട്? ഒരു വ്യത്യാസവും ഇല്ല. മാർഗം എന്ന് പറയാൻ ലക്ഷ്യം നമ്മുടെ ഒന്ന് തന്നെയാണ്. മാർഗം എന്താണ്? നിങ്ങളുടെ ഒരു മാർഗം, എൻ്റെ ഒരു വേറെ മാർഗം. സെയിം ആസ് ഇന്ന് ബിസിനസ്സിലേക്ക് ഇട്ടേ. ഇപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് ഒരാളെ കൂട്ടി വേണമെങ്കിൽ ബിസിനസ് ചെയ്യാം, 2 ആൾക്കാരെ കൂട്ടി ബിസിനസ് ചെയ്യാം, 3 ആൾക്കാരെ കൂട്ടി ബിസിനസ് ചെയ്യാം. നിങ്ങളുടെ എല്ലാ ഉദ്ദേശം എന്താണ്? പൈസ ഉണ്ടാക്കുക. പക്ഷെ ഒരാളെ കൂട്ടുമ്പോൾ സെയിം ആയിരിക്കുമോ? അല്ല. 2 ആളെ കൂട്ടുമ്പോൾ സെയിം ആയിരിക്കുമോ? അല്ല. 3 ആളെ കൂട്ടുമ്പോൾ സെയിം ആണോ? അല്ല. നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്താണ് ഉള്ളത് കൊണ്ട് നമുക്കെല്ലാം സെയിം ആയിരിക്കുമോ? നിയമങ്ങളെല്ലാം എന്ത് ചെയ്താലും ഒരാളെ കൂട്ടിയാൽ 2 ആളെ കൂട്ടിയാലും അല്ല. ഇന്ത്യ ഫുള്ളായിട്ട് നിയമത്തിൻ്റെ ബേസ് നടക്കുന്നൊരു സംഭവമാണോ? ഉറപ്പായിട്ടും. നിയമം എന്ന് പറഞ്ഞ സംഭവത്തിനെ നല്ലപോലെ റെസ്പെക്ട് ചെയ്യുന്നൊരു സംഭവമല്ലേ. നമ്മൾ സിമ്പിളായിട്ട് സാറേ എനിക്കൊരു കമ്പനി തുടങ്ങണം. ഓക്കെ, അത് വേണ്ട, കമ്പനി വേണ്ട, എനിക്കൊരു ബിസിനസ് തുടങ്ങണം. ഓക്കെ, ഇന്ത്യയിൽ 3 സിസ്റ്റം ഉണ്ട് മെയിനായിട്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ആൾറെഡി പഠിച്ചൊരു സിസ്റ്റം എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് LLP എന്നൊരു സിസ്റ്റം എടുക്കാം, ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന 3ാമത്തെ ഓപ്ഷനാണ് കമ്പനി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CA, CMA, CS ഏത് നിങ്ങൾക്ക് എടുക്കാം. എല്ലാം എടുത്താലും ഒരേപോലെയാണോ? അല്ല. എല്ലാത്തിനും അതിൻ്റെതായ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. ഇതൊന്നും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയുന്നതല്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ചാപ്റ്ററിലേക്ക് വരുന്നതിന് വേണ്ടി പറയുന്നതാണ്. ഓക്കെ, ലിസൺ ടു മീ. ഇതൊരിക്കലും എക്സാമിനേഷൻ വരില്ല കേട്ടോ. അതായത് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തിനീ ചാപ്റ്റർ പഠിക്കുന്നു, ഒരു CMA സ്റ്റുഡൻറ്റ് എന്തിനു വേണ്ടി അറിഞ്ഞിരിക്കണം, എന്താണ് ഈ ശരിക്കും കമ്പനി തന്നെ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, പാർട്ട്ണർഷിപ്പിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം നമ്മൾ പഠിച്ചു, LLPനെ കുറിച്ചും പഠിച്ചു. ഇപ്പം പഠിക്കുന്നൊരു സിസ്റ്റമാണ് കമ്പനിയെ കുറിച്ച്. അപ്പോൾ ഈ പറഞ്ഞ പാർട്ട്ണർഷിപ്പിന് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും. LLPക്കോ ഉണ്ടായിരുന്നു, കമ്പനിക്കോ അതിൻ്റെതായ ബെനിഫിറ്റ്സും ഉണ്ട്, പ്രോബ്ലംസും ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്താണ്? കമ്പനി എന്ന് പറഞ്ഞൊരു വാക്ക് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനി എന്നൊരു വാക്ക് വന്നിരിക്കുന്ന ഒരു ലാറ്റിൻ ടെർമിൽ നിന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ എപ്പോഴാണ് വീട്ടിൽ ഒരുമിച്ച് കൂടുന്നേ? ഫുഡ് കഴിക്കാൻ. കറക്റ്റ് അല്ലേ? അതായത് ഫുഡ് കഴിക്കാൻ എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പല ടൈം ആയിരിക്കും, ലഞ്ചിന് പിന്നെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. നമ്മൾ എവിടെ വരിക? നമ്മൾ ഡിന്നറിനാണ് വരിക. ഡിന്നറിന് എല്ലാവരും നമ്മൾ ഒരുമിച്ചിരിക്കുന്നു. ആ ഡിന്നർ പ്ലേറ്റിൽ ഇരിക്കും, ആ പ്ലേറ്റിന് മുമ്പിലിരിക്കും. നമ്മളെല്ലാവരുടെയും ഒറ്റ ലക്ഷ്യമുള്ളൂ, യുദ്ധം. എന്തിലേക്കുള്ള യുദ്ധം? ഫുഡ് കഴിക്കണം. നോക്കിക്കേ, നമ്മൾ മീൽസ്, ഫുഡ് ഒരുമിച്ച് കഴിക്കുന്നു. ശരിയാണോ? നമ്മുടെ എല്ലാവരുടെ ഉദ്ദേശം എന്താണ്? ഒന്നാണ്. ഇങ്ങനെയാണ് കമ്പനിയും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് കം പ്ലസ് പനി എന്ന് പറയുമ്പോൾ മീൽസ്, ഫുഡ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇവിടെ ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുഡ് കഴിക്കുന്നു. സെയിം ആസ് കമ്പനി എന്ന് പറയുന്നത് കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടി ഒരു പർപ്പസിന് വേണ്ടി ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളുടെ കമ്പനി എന്നൊരു വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, ഒരുപാട് ഡിമെറിറ്റ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മളിവിടെ പഠിക്കുന്നു. ഇപ്പോൾ കമ്പനീസിൽ പല ടൈപ്സുകളുണ്ട്, അതിനെക്കുറിച്ചെല്ലാം പ്രാക്ടിക്കലി നമ്മൾ ചെയ്ത് പഠിക്കുന്നു. പിന്നെ ചിലതൊക്കെ നമുക്ക് റീഡ് മോഡ് മാത്രം നമ്മൾ ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ നമുക്ക് സംഭവം മനസ്സിലാകും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നു? ഒന്ന്, നമ്മൾ ഈ ആക്ട് എങ്ങനെ വന്നു എന്ന് പഠിക്കുന്നു. സാധാരണ നമ്മൾ ബാക്കി ചാപ്റ്റേഴ്സ് പഠിച്ച പോലെ തന്നെ ഈ ആക്ട് എങ്ങനെ വന്നു നമ്മൾ പഠിക്കുന്നു, അതിനെക്കുറിച്ച് നോക്കുന്നു. അതിനുശേഷം എന്താണ് കമ്പനി, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം കോർപ്പറേറ്റ് വെയിൽ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ ടൈപ്സ് ഓഫ് കമ്പനീസ് ആട്ടോ. ഇത് ഫുള്ള് കവർ ചെയ്യുക. അതായത് ഈ ഒരു യൂണിറ്റ് ഫുള്ള് കവർ ചെയ്യുക. ടൈപ്സ് ഓഫ് കമ്പനീസ് എന്നൊരു സംഭവമാണ്. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ കമ്പനി എന്താണ്, 1% കമ്പനി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറച്ച് അമെൻമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പബ്ലിക് കമ്പനി അമെൻമെന്റ് ഇല്ല. ഗവൺമെന്റ് കമ്പനി ഉണ്ട്, പബ്ലിക് ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോൾഡിംഗ് സബ്സിഡിയറി കമ്പനീസ് ഉണ്ട്,
അസോസിയേറ്റ് കമ്പനി ഉണ്ട്, കമ്പനീസ് വിത്ത് ലയബിലിറ്റി ഉണ്ട്, ഫോറിൻ കമ്പനി, പിന്നെ സെക്ഷൻ 8 കമ്പനി. വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് പ്രൊഡ്യൂസർ കമ്പനീസ്. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് കണ്ടന്റ് മാത്രമാണ്. ഇതാണ് നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടന്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ യൂണിറ്റ് നമ്പർ 1 പോകുന്നു. ഇൻട്രൊഡക്ഷൻ ടു കമ്പനി. ഇൻട്രൊഡക്ഷൻ ടു കമ്പനിയിൽ ആദ്യത്തെ കോൺസെപ്റ്റ് ഇവിടെ കുറച്ച് MCQ മാർക്ക് ചെയ്തോ. ഓക്കെ, ഇവിടെ MCQന് വേണ്ടി മാർക്ക് ചെയ്തോ. MCQ കോൺസെപ്റ്റ് ഇങ്ങനെയാണ്. 1, കമ്പനീസ് ആക്ട് ഈസ് അപ്ലിക്കബിൾ ടു ഹോൾ ഓഫ് ഇന്ത്യ. ഈ ഹോൾ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, ഒരു എക്സെപ്ഷനും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഓർത്ത് വെക്കാം. ടോട്ടൽ 470 സെക്ഷൻസ് ഉണ്ട്. സാറേ എല്ലാം പഠിക്കണം, എല്ലാം പഠിക്കാനില്ല. 7 ഷെഡ്യൂൾസ് ഉണ്ട്, 29 ചാപ്റ്റേഴ്സ് ഉണ്ട്. 29 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ കമ്പനീസ് ആക്ട് എന്തിനാ വേണ്ടി വന്നതെന്ന് മുന്നോട്ട് നമുക്ക് പഠിക്കാം. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല. ഓക്കെ, ഇനി ഈ കമ്പനീസ് ആക്ട് നമ്മൾ ഈ പാർട്ട്ണർഷിപ്പ് ആക്ട് എപ്പോഴാണ് ഓർമ്മയുണ്ടോ? 1932. ഓക്കെ, LLP ആക്ടോ 2008. എന്നാൽ ഈ കമ്പനീസ് ആക്ട് നമ്മൾ 2030 സോറി ആൻസർ ആയിരുന്നത് കയറി വന്നു, കുഴപ്പമില്ല. 2013 നമ്മുടെ കമ്പനീസ് ആക്ട് വന്നത് അല്ലേ? പക്ഷെ 2013 വന്നത്. ഇങ്ങനത്തെ ഒരു വേറെ ആക്ട് കൂടെ ഉണ്ടായിരുന്നു. അത് എപ്പോഴായിരുന്നു? 1956 അതായത് അതിനെ മാറ്റിയിട്ടാണ് നമ്മൾ ഒന്ന് പരിഷ്കാരങ്ങളൊക്കെ വരുത്തി ഒരു പുതിയ നിയമമാക്കി നമ്മൾ കൊണ്ടുവന്നു. അതാണ് ഇവിടെ കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത്. സോ 1956 നമുക്ക് പ്രീവിയസ് കമ്പനി ലോ ഉണ്ടായത്. അപ്പോൾ എവിടെയെങ്കിലും മെറ്റീരിയലിൽ നിങ്ങൾക്ക് പ്രീവിയസ് കമ്പനി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പനീസ് ആക്ട് 1956 ആണ്. ഇപ്പം ഇല്ല കേട്ടോ, നമ്മളത് റിപ്പീൽ ചെയ്തെന്ന് പറഞ്ഞ് എടുത്തു കളഞ്ഞു. ഇപ്പം നമുക്ക് കമ്പനീസ് ആക്ട് 2013 ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ കമ്പനീസ് ആക്ട് ചോദ്യം ഇതാണ്. കമ്പനീസ് ആക്ട് 2013 ആർക്കൊക്കെ അപ്ലിക്കബിൾ ആകും? പാർട്ട്ണർഷിപ്പിന് നോ. LLPക്ക് നോ. ആർക്ക് അപ്ലിക്കബിൾ ആകും? ഈ 2013 അണ്ടറിൽ, അതായത് 2013 കമ്പനീസ് ആക്ടിന്റെ അണ്ടറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടതാ പ്ലസ് 1956 അണ്ടറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. എന്നാ സാർ അങ്ങനെ പറയുന്നത്? സിമ്പിൾ കോൺസെപ്റ്റ്. ഫോർ എക്സാമ്പിൾ 1970 എക്സ് എന്നൊരു കമ്പനി രൂപപ്പെട്ടു. ഓക്കെ, രൂപപ്പെട്ടപ്പോൾ 1956 കമ്പനീസ് ആക്ട് ആയിരുന്നു. ഓക്കെ, 2013 നമ്മൾ പുതിയൊരു കമ്പനീസ് ആക്ട് കൊണ്ടുവന്നു. എന്തിനെ വെട്ടിക്കളഞ്ഞു? ഇതിനെ നമ്മൾ വെട്ടി. എന്നിട്ട് 2013 അപ്പോൾ എക്സ് ബിസിനസ് നിർത്തണോ? വേണ്ട. അപ്പോൾ സാറി ഞാൻ 1956 അണ്ടറിലാണേ. അപ്പോൾ 1956 ഇപ്പോൾ ഇല്ലാത്തപ്പോൾ ഞാനിപ്പോൾ എന്താണ് ഇത് ഫോളോ ചെയ്യണോ സാർ? ഉറപ്പായിട്ട് ഫോളോ ചെയ്യണം. എന്നെ അറസ്റ്റ് ചെയ്തത് കോൺഗ്രസിന്റെ ഭരണകാലത്ത്. മോദിയുടെ ഭരണകാലം വരുമ്പോൾ എന്നെ വെറുതെ വിടുവോ? ഇല്ല. കറക്റ്റാ, ഓർത്ത് വെക്കുക. ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്തത് മാത്രമാണ്. അപ്പം 1970 തുടങ്ങിയ ഒരു കമ്പനി 1956 ഞങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2013 പുതിയ നിയമം വരുമ്പോൾ എക്സ് ആരെ ഫോളോ ചെയ്യണം? 2013 ഫോളോ ചെയ്യണം. അപ്പോൾ എക്സിന് 2013 കമ്പനീസ് ആക്ട് ബാധകമാണ്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2025 ഒരു കമ്പനി തുടങ്ങുന്നു. അപ്പോൾ സാർ അത് ഏതാ ഫോളോ ചെയ്യേണ്ടത്? അത് ഉറപ്പായിട്ട് 2013 അല്ലേ? അപ്പോൾ 2013 കീഴിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തതിനും 1956 കീഴിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തതിനും 2013 ആക്ട് അപ്ലിക്കബിളാ. അപ്പോൾ സാർ ഇനി 2030 വേറൊരു കമ്പനീസ് ആക്ട് വന്നാൽ അതിനും ഈ പറഞ്ഞ എക്സിനും ബന്ധമുണ്ട്. എക്സ് എന്ത് ചെയ്യണം? എക്സ് അതും ഫോളോ ചെയ്യണം. അപ്പോൾ ഒരു കമ്പനീസ് ആക്ട് ആണെങ്കിലും നിയമം മാറുന്നതനുസരിച്ച് അതിൻ്റെ അണ്ടറിലും ഫോളോ ചെയ്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ കോൺസെപ്റ്റ്, വെരി സിമ്പിൾ കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഒരു രീതി നമ്മൾ എന്ത് പഠിച്ചു? ഇതിൻ്റെ ഒരു സ്നിപ്പെറ്റ് അല്ലെങ്കിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു. രണ്ടാം നമ്മൾ പഠിക്കുന്നത് കമ്പനീസ് ആക്ടിൻ്റെ ഡെഫിനേഷനാണ്. ഇത് ആദ്യത്തെ ഇവിടുത്തെ MCQ നോട്ട് ചെയ്ത് വെച്ചോ. MCQ എന്താണ്? MCQ വരിക സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. സിമ്പിൾ കോൺസെപ്റ്റ്. കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും കമ്പനിയുടെ മീനിങ് നമ്മൾ പറഞ്ഞാൽ എന്തായിരുന്നു? ലാറ്റിൻ ടേമാണ്. കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടുഗെദർ, പനീസ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് ആണ്. അതായത് പീപ്പിൾ ഹൂ ഷെയർസ് ബ്രെഡ് ടുഗെദർ, മീൽസ്. ബ്രെഡ് എന്ന് പറയുമ്പോൾ മീൽസ് ടുഗെദർ. എസെൻഷ്യലി ഒരുമിച്ച് വരുന്ന ആൾ വർക്ക്സ് ടുഗെദർ, ഹാസ് എ കോമൺ പർപ്പസ്. ഇപ്പോൾ ഞാൻ എക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മൾ തുടങ്ങുന്നു. ഓക്കെ, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വെച്ചോ. ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുള്ള എല്ലാവരുടെ ഉദ്ദേശം എന്താണ്? എഡ്യൂക്കേഷൻ ബിസിനസ് ചെയ്യുക. കോമൺ പർപ്പസ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ സിനിമ കാണും, നമ്മൾ വർത്താനം പറയും, അതൊക്കെ ഒരു ജനറൽ കോൺസെപ്റ്റ് ആണ്. പക്ഷെ എന്നാലും അവിടെ ഇരിക്കുന്ന ഉദ്ദേശം എല്ലാവരും എന്താണ്? ഫുഡ് കഴിക്കുക എന്ന് മാത്രമാണ്. കറക്റ്റ് ആണോ? യെസ്, ശരി. സിമ്പിൾ കോൺസെപ്റ്റ്.
ഇത് നിങ്ങളുടെ മെറ്റീരിയലിൽ ഇല്ല, പക്ഷെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ ഈ ഒരു കോൺസെപ്റ്റ്. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. കം ടുഗെദർ പനീസ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇത് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതിനുശേഷം നമ്മളൊന്ന് തിരിച്ചു വരികയാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കമ്പനി? ഈ കമ്പനി നമ്മൾ കുറേ പറയും, പക്ഷെ കമ്പനീസ് ആക്ടിലും, അതായത് എല്ലാ ആക്ടിലും, ഇപ്പോൾ പാർട്ട്ണർഷിപ്പിന്റെ ആക്ടിൽ പാർട്ട്ണർഷിപ്പ് എന്നാന്ന് പറഞ്ഞു, LLP ആക്ടിൽ LLP എന്നാന്ന് പറഞ്ഞു, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കമ്പനി എന്ന് പറഞ്ഞാൽ എന്നാ സാറേ? കമ്പനി എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് ഒന്നുമില്ല. നമ്മൾ ഈ LLP പറഞ്ഞ പോലെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫീച്ചർ ഉള്ള ഒരു സ്ഥാപനത്തിന് നമ്മൾ എന്ത് പറയുക? നമ്മൾ ഈ പറഞ്ഞ കമ്പനി എന്ന് പറയുക. ആൾറെഡി നമ്മൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കോൺസെപ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് ഒന്നും കൂടെ ഞാൻ പറഞ്ഞ് കുളവാക്കുന്നില്ല. ഓക്കെ, കുളവാക്കുന്നതെന്ന് പറയുമ്പോൾ ആൾറെഡി നിങ്ങളുടെ മൈൻഡിൽ കുറേ കഥകളൊക്കെ സ്റ്റോർ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു കഥ ഞാൻ പറയുന്നില്ല, അത് തന്നെ മനസ്സിലിരിക്കട്ടെ. ഓക്കെ, ഓർത്ത് വെക്കാം. യെസ്, അപ്പോൾ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനി ആകുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ ഓർമ്മയുണ്ടോ? ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ആകുന്നത് ഇൻകോർപ്പറേറ്റ് ചെയ്തില്ലെങ്കിലും പാർട്ട്ണർഷിപ്പ് ഫോം ആകുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒന്നെങ്കിൽ ഒരു കമ്പനി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദിസ് ആക്ട്, അതായത് 2013 അണ്ടറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിലോ പ്രീവിയസ് കമ്പനി ലോ ആയ 1956 അണ്ടറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. എവിടെയെങ്കിലും ഒന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യും. അപ്പോൾ സാർ ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്തില്ലെങ്കിലോ? ഇൻകോർപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ കമ്പനി ഒന്നുമല്ല. ഇൻകോർപ്പറേറ്റ് ചെയ്യാതെ നിങ്ങളെ കമ്പനി എന്ന് പറയാൻ അസാധ്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഇത്രയും നമ്മൾ പഠിച്ചതിൽ നമുക്ക് വരിക MCQ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഇവിടെ തൊട്ട് നമ്മുടെ തുടങ്ങുന്നു ഫസ്റ്റ് ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പോഴത്തെ ഒരു സിലബസ് അനുസരിച്ച് നമ്മൾക്ക് 7 മാർക്കിൻ്റെ ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നൊരു കോൺസെപ്റ്റാണ് നമ്മൾക്ക് ഇവിടെ. ജസ്റ്റ് റീഡ് മോഡ് മാത്രമാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്കിത് സ്വന്തം വാക്യത്തിൽ എഴുതാൻ പറ്റും. വിത്തൗട്ട് എനി കൺഫ്യൂഷൻ യു ക്യാൻ ഫോളോ ഇറ്റ്.